ഹലോ, ഇന്ന് നമുക്ക് 2021 റിലീസായ ദ ഗേൾ ഓൺ ദ ട്രെയിൻ എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ. നായികയ്ക്കാണെങ്കിലോ ഒരു പെൺകുട്ടിയോട് വലിയ കാര്യമായിരുന്നു. അവൾ ഹാപ്പിയായി അവളുടെ പെറ്റ്സുമായി കുടുംബജീവിതമൊക്കെ നന്നായി നയിക്കുന്നതായി നായിക കണ്ടിരുന്നു. അതോടെ നായികയ്ക്ക് അവളെ വലിയ ഇഷ്ടമായിരുന്നു. ഒരിക്കൽ അവൾ മരണപ്പെട്ട വിവരം നായിക അറിയുകയാണ്. അവൾ എന്തൊക്കെയോ പ്രശ്നം അനുഭവിച്ച കാര്യം നായികയ്ക്ക് മനസ്സിലായി. വക്കീലായ നായിക അത് കണ്ടെത്തുവാനായി തീരുമാനിച്ചു. എന്നാൽ ഒടുവിൽ ചുരുളഴിയുന്നത് വലിയ സത്യങ്ങളായിരുന്നു. അതും അവളുടെ ഭർത്താവിനെ സംബന്ധിച്ചത്. എന്തൊക്കെയാണെന്നറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടി കാട്ടിലൂടെ ഓടുകയാണ്. അവളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. ആരാണെന്ന് കാണിക്കുന്നതേയില്ല. അങ്ങനെ അവൾ തലയിൽ മുറിവൊക്കെയായി റെയിൽവേ സ്റ്റേഷൻ വന്ന് നിൽക്കുകയാണ്. അവളുടെ പേരാണ് മീര. മീരയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുന്നതേയില്ല. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. മീര പ്രണയിച്ച ആളിനെ തന്നെ വിവാഹം കഴിച്ചു. അവളുടെ ഭർത്താവ് ഒരു ഡോക്ടറാണ്. മീരയാണെങ്കിലും ഒരു വക്കീലുമാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു കേസ് മീര ഏറ്റെടുത്തു. എന്നാൽ ആ കേസിനെ സംബന്ധിച്ച് പ്രതിയായ ഒരു ഡോൺ അവളെ വന്ന് എന്നും വിരട്ടാറാണ് പതിവ്. എന്നാലും അവൾ ആ കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. മീരയുടെ ഭർത്താവ് ആ കേസ് വേണ്ട, വിട്ടുകള എന്ന് പറഞ്ഞാലും ഞാൻ ഏതറ്റം വരെയും പോകും, നീതി വാങ്ങിക്കൊടുക്കുമെന്ന വാശിയിലാണ് മീര. അങ്ങനെ കേസിന്റെ വിധി വരുന്ന ദിവസം ആ ഒരു ഡോണിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. മീര താൻ ആഗ്രഹിച്ച കാര്യം നേടിയെടുത്ത സന്തോഷത്തിലുമാണ്. അതേസമയം തന്നെ അവളുടെ ഭർത്താവിന് നല്ല സന്തോഷമുണ്ട്. ഭർത്താവ് അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അതെന്തെന്നാൽ മീര പ്രഗ്നന്റ് ആണ്. അതിന്റെ ടെസ്റ്റ് റിസൾട്ടാണ് കൊടുത്തതും. അവർ വർഷങ്ങളായി കുഞ്ഞിനു വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പോഴാണ് അവരുടെ ആ ആഗ്രഹവും നിറവേറിയത്. അങ്ങനെ മാസങ്ങളൊക്കെ കടന്നുപോയി. മീരയ്ക്ക് 8 മാസമായി. അങ്ങനെ അവരുടെ ജീവിതം സന്തോഷമായി മുന്നോട്ട് പോകുന്ന സമയത്തായിരുന്നു ഒരിക്കൽ മീരയും ഹസ്ബൻഡും ഷോപ്പിങ്ങിന് പോകുവാനായി ഇറങ്ങിയത്. അവരുടെ കാറിൽ ഒരു കാറ് വന്നിടിക്കുകയാണ്. മീരയ്ക്കാണെങ്കിലോ 8 മാസമായല്ലോ. അവളുടെ കുഞ്ഞ് മരണപ്പെട്ടു പോയി. അതോടുകൂടി മീര വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറി. അവൾ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുവാനായും തുടങ്ങി. അതോടുകൂടി അവളുടെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു പോയി. മറ്റൊരു പെണ്ണിനെ വിവാഹവും കഴിച്ചു. മീരയ്ക്കത് താങ്ങാനായില്ല. മീര ഇടയ്ക്കിടയ്ക്ക് ഭർത്താവും ഭാര്യയുമുള്ള സ്ഥലത്തെത്തി അവരെ കുത്തിയൊക്കെ സംസാരിക്കും. മീരയുടെ ജീവിതത്തിൽ സന്തോഷമേയില്ല. ലക്ഷ്യങ്ങളൊക്കെ വിട്ട് എന്തിനു ജീവിക്കണം എന്നുള്ള രീതിയിലൊക്കെ അവൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. എന്നാലും അവളുടെ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ട്. അവൾ സ്ഥിരമായി ട്രെയിനിൽ യാത്ര ചെയ്യും. പോകുന്ന വഴിയിൽ ഒരു പെൺകുട്ടി അവളുടെ വീടിന് മുന്നിൽ നിന്ന് അവളുടെ ഡോഗ്സും പെറ്റ്സുമായൊക്കെ കളിക്കുന്നത് മീര കാണാറുണ്ടായിരുന്നു. അവളും ഭർത്താവും എന്ത് ഹാപ്പിയാണ്. അങ്ങനെ ഒരു ജീവിതം കണ്ട് മീരയ്ക്ക് നല്ല സന്തോഷമുണ്ട്. ആ പെൺകുട്ടിയുടെ പേരാണ് നസ്രത്ത്. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഈ നസ്രത്തിനെ കാണാനില്ല എന്നൊരു വാർത്ത പോലീസ് സ്റ്റേഷനിൽ കിട്ടിയത്. കേസ് അന്വേഷിക്കുന്ന സമയം ഈ നസ്രത്തിനെ ഏതോ ഒരു പയ്യൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന കാര്യം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർമാർക്ക് മനസ്സിലായി. ആ പയ്യനെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുമ്പോൾ അവളുടെ പിന്നാലെ ഞാൻ നടന്നിരുന്നു. എന്നാൽ അവൾക്ക് എന്നോട് താല്പര്യമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനത് വിട്ടു എന്ന് ആ പയ്യൻ പറയുകയാണ്. അങ്ങനെ കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നു. എന്നാൽ മറ്റൊരു വശത്ത് മീരയാണെങ്കിൽ ഒരു ജോലി അന്വേഷിച്ച് നടക്കുകയാണ്. പക്ഷെ മീര ആൽക്കഹോൾ അഡിക്റ്റ് ആയതിനാൽ അവൾക്കെങ്ങും ജോലി കിട്ടുന്നതുമില്ല. ആ സങ്കടത്തിൽ മീര ഒരു ബാറിലിരുന്ന് മദ്യപിക്കുമ്പോൾ അവളുടെ കൂട്ടുകാരി അവളുടെ അടുത്തേക്ക് വന്നിട്ട്, നീ എന്തിനാ ഇങ്ങനെ മദ്യപിച്ച് ജീവിതം നശിപ്പിക്കുന്നത്? നിന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാകണം. നടന്നതെല്ലാം നടന്നു, ഇനിയെങ്കിലും നീ നിന്റെ ജീവിതം നോക്ക്. നീ നന്നായി ജീവിക്കാനായും അവൾ പറയും. എന്നാൽ മീരയ്ക്കാണെങ്കിലോ അവളുടെ എക്സ് ഹസ്ബൻഡിനെ ഇടയ്ക്കിടയ്ക്ക് വല്ലാതെ മിസ് ചെയ്യും. ആ സമയങ്ങളിലെല്ലാം അവൾ ഹസ്ബൻഡിനെ കോൾ ചെയ്യും. പക്ഷെ അതൊന്നും അയാളുടെ ഇപ്പോഴത്തെ ഭാര്യയ്ക്ക് ഇഷ്ടമാകുന്നതേയില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് ഇനി അവൾ വരരുത് എന്ന് ഭാര്യ പറയുമ്പോൾ, എനിക്ക് കുറച്ച് സമയം താ, ഞാൻ അതിനുള്ളിൽ ഇതെല്ലാം ഒഴിവാക്കാമെന്ന് ഹസ്ബൻഡും പറയുകയാണ്. നസ്രത്തിനെ കാണാതായതിന്റെ കേസ് അന്വേഷണത്തിലാണല്ലോ പോലീസ്. നസ്രത്ത് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോകുന്ന കാര്യം പോലീസ് ഓഫീസർമാർക്ക് മനസ്സിലായി. അങ്ങനെ ആ സൈക്യാട്രിസ്റ്റിനെ ചോദ്യം ചെയ്യുമ്പോൾ നസ്രത്തിന്റെ മെന്റൽ ഹെൽത്ത് അത്ര ഓക്കെ അല്ലായിരുന്നു. അവളും ഹസ്ബൻഡുമായി എന്നും പ്രശ്നമായിരുന്നു. ഹസ്ബൻഡിനെ കാരണം അവൾക്ക് സമാധാനമേ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, അവൾ ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോൾ ഒരു പയ്യൻ അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അവളുടെ ഹസ്ബൻഡ് അവളെ മനസ്സിലാക്കാറുമില്ല. ആ ഒരു വിഷമം അവൾക്ക് എന്നും ഉണ്ടായിരുന്ന കാര്യം സൈക്യാട്രിസ്റ്റ് പറയുകയാണ്. പോലീസ് ഓഫീസർ നസ്രത്തിന്റെ ഹസ്ബൻഡിനെ ചോദ്യം ചെയ്യും. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നസ്രത്ത് കാണാതെ പോയതിന് പിന്നിൽ നീയാണോ? ഞാൻ എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ പിന്നെ ഈ വിധമായിരിക്കില്ല ചോദ്യം ചെയ്യൽ. അതിനു മുൻപ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയുവാനായും പറയും.
അപ്പോൾ നസ്രത്തിന്റെ ഹസ്ബൻഡ് പറയും, ഞങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ല. സാധാരണ ഒരു ഹസ്ബൻഡിനും വൈഫിനും ഇടയിൽ എന്തൊക്കെ പ്രശ്നമുണ്ടാകുന്നോ അത് മാത്രമാണ് ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നതെന്നും ഹസ്ബൻഡ് പറയുകയാണ്. അതിനുശേഷം നസ്രത്തിനെ കാണാതെ പോയ ദിവസം സംഭവിച്ച കാര്യമാണ് കാണിക്കുന്നത്. അന്ന് എന്നത്തെയും പോലെ മീര ട്രെയിനിൽ പോവുകയാണ്. അവളുടെ ഫേവറേറ്റ് സ്ഥലമെത്തി. അത് നസ്രത്തിന്റെ വീടിന് മുന്നിലാണ്. ചിരിച്ച മുഖത്തോടുകൂടി നിൽക്കുന്ന നസ്രത്തിനെ മീരയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. എന്നാൽ അന്ന് മീര കണ്ടത് സങ്കടപ്പെട്ട് ബാൽക്കണിയിൽ നിൽക്കുന്ന നസ്രത്തിനെയാണ്. കൂടാതെ ആരോ ഒരാൾ പുറത്തു വന്ന് നസ്രത്തിന്റെ കവിളിൽ ഇറുക്കി പിടിക്കുന്നു. അതോടെ മീരയ്ക്ക് അവൾ വല്ലാത്തൊരു റിലേഷൻഷിപ്പിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത് എന്ന കാര്യം മനസ്സിലായി. അവൾ അവളുടെ കൂട്ടുകാരിയോട് അക്കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ മീരയോട് കൂട്ടുകാരി പറയും, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കണ്ട, നീ നിന്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞാലും മീരയ്ക്ക് വല്ലാത്ത സങ്കടമാണ്. അവൾ നല്ല ഹാപ്പി ആയിട്ടുള്ള ജീവിതമാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അല്ല, അവൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നെനിക്ക് കണ്ടുപിടിക്കണമെന്ന് മീരയ്ക്കൊരാഗ്രഹമുണ്ടായി. നസ്രത്തിനെ ഡാൻസ് ക്ലാസ്സിൽ വെച്ച് ഒരു പയ്യൻ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചല്ലോ, അതിന്റെ CCTV ഫുട്ടേജ് കിട്ടി. അത് ചെക്ക് ചെയ്ത പോലീസ് ആ പയ്യനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ, ഞാൻ അവളെ ഫോഴ്സ് ചെയ്തു, പക്ഷേ അവൾ അതിന് തയ്യാറാകാത്തതിനാൽ ഞാൻ അവളെ വിട്ടുകളഞ്ഞു. അന്നേ ദിവസം ഞാൻ മറ്റൊരു പെൺകുട്ടിയോടൊപ്പമാണെന്ന് പറയുമ്പോൾ അതും പോലീസ് കണ്ടെത്തി. സത്യം തന്നെയാണ്, അവൻ മറ്റൊരു പെൺകുട്ടിയോടൊപ്പമാണ്. ആയതിനാൽ കേസ് തെളിയിക്കാൻ വഴിയില്ലാതെ അവനെ തിരികെ പറഞ്ഞുവിട്ടു. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നസ്രത്തിനെ കാണാതെ പോയ ദിവസം സംഭവിച്ച കാര്യമാണ്. മീരയ്ക്കാണെങ്കിലോ ടെൻഷൻ സഹിക്കാനാകാതെ നേരെ അവൾ നസ്രത്തിന്റെ വീടിന് മുന്നിലേക്ക് വന്നു. കോളിംഗ് ബെല്ല് അടിക്കണമോ വേണ്ടയോ എന്ന് ചിന്തിച്ചു നിൽക്കുന്ന സമയമാണ് നസ്രത്ത് വീടിന് പുറകിലൂടെ ഇറങ്ങി ഓടി ഒരു ഗാർഡനുള്ളിലേക്ക് കയറും. അവളെ ഫോളോ ചെയ്ത് മറ്റാരോ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ മീരയും ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ആരോ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. നസ്രത്ത് തന്നെ ആരോ ഫോളോ ചെയ്യുന്നത് മനസ്സിലാക്കി സ്പീഡിൽ ഓടുവാനായും തുടങ്ങി. മീരയും പിന്നാലെയുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിൽ ഗാർഡനിൽ വെച്ച് ഒരു മരത്തിൽ തലയിടിച്ച് മീര ബോധം കെട്ടു വീണു. ബോധം വീണതിന് ശേഷം മീര എഴുന്നേറ്റ് ട്രെയിൻ കയറി വീണ്ടും അവളുടെ നാട്ടിലേക്ക് പോയി. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കേസ് അന്വേഷണം നടക്കുന്നതാണ്. പോലീസ് ഓഫീസർ സംഭവം നടന്ന ആ ഒരു ഗാർഡനിലേക്ക് എത്തി. അവിടെ വെച്ച് നസ്രത്തിന്റെ ഡെഡ് ബോഡി അവർ കണ്ടെത്തുകയാണ്. നസ്രത്തിനെ ആരോ ക്രൂരമായി കൊന്നിരിക്കുന്നു. അങ്ങനെ CCTV ഫുട്ടേജൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നസ്രത്തിന്റെ വീടിന് മുന്നിലായി മീര വന്നു നിന്ന ആ ഒരു സീനുണ്ടല്ലോ, അതവർക്ക് കിട്ടുകയാണ്. മീര എന്തിനായിരിക്കും അവിടെ വന്നിട്ടുള്ളത്? അപ്പോൾ നസ്രത്തിന്റെ മരണത്തിന് പിന്നിൽ മീരയായിരിക്കും എന്ന സംശയം പോലീസ് ഓഫീസർമാർക്കുണ്ടാവുകയാണ്. എന്നാൽ മീര തലയിൽ മുറിവുകളുമൊക്കെയായി അവളുടെ വീട്ടിൽ കിടന്നുറങ്ങുകയാണല്ലോ. ബോധം വീണ മീര എഴുന്നേറ്റ് അന്ന് നടന്ന സംഭവം എല്ലാം ആലോചിക്കും. നസ്രത്തിനെ ഫോളോ ചെയ്തവൾ പോയത് മാത്രം അവൾക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു എന്ന കാര്യം അവൾക്ക് ഓർമ്മയേ ഇല്ല. കുളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ റെഡിയാകുമോ എന്ന് കരുതി അവളൊന്ന് ഫ്രഷായി വന്നിട്ട് കാര്യങ്ങൾ ചിന്തിക്കും. എന്നാലും അവൾക്കൊന്നും ഓർമ്മ വരുന്നതേയില്ല. എന്നാൽ ഈ കുടിക്കുന്ന സ്വഭാവം ഒന്ന് അവസാനിപ്പിക്കാം എന്നവൾ തീരുമാനിച്ച് കുടിക്കുന്നതൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് അവൾ ഒരു ക്ലാസ്സിന് ചേരും. അവിടെ വെച്ച് മനസ്സ് തുറന്ന് മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുവാനായി പറയുമ്പോൾ ഈ കുടിക്കുന്ന സ്വഭാവം കാരണം അവൾക്ക് അവളുടെ വിവാഹ ജീവിതം നഷ്ടമായതിനെ കുറിച്ച് അവൾ അവിടെ വെച്ച് തുറന്നു പറയുകയാണ്. കുഞ്ഞ് നഷ്ടമായതിനു ശേഷം മീര ഒരുപാട് ആൽക്കഹോളിന് അഡിക്റ്റായി. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു അവളുടെ ഹസ്ബൻഡിന്റെ ബോസിന്റെ ഒരു പാർട്ടി നടക്കുന്നത്. അവിടെ എത്തിയ മീര കുടിച്ച് വല്ലാതെ ബഹളമുണ്ടാക്കിയതിനാൽ അവളുടെ ഹസ്ബൻഡിന് ജോലി നഷ്ടമായി. അങ്ങനെയാണ് ഭർത്താവ് തന്നെ ഉപേക്ഷിക്കാൻ കാരണമെന്നും മീര പറഞ്ഞു. ഈ ആൽക്കഹോൾ അഡിക്ഷൻ കാരണമാണ് തനിക്ക് തന്റെ ജീവിതമേ നഷ്ടമായത് എന്ന് പറഞ്ഞ് മീര ഒരുപാട് കരയും. അതിനുശേഷം മീര അറിയുകയാണ് നസ്രത്ത് മരണപ്പെട്ടു എന്ന വാർത്ത. അങ്ങനെ മീര നേരെ തന്റെ കൂട്ടുകാരിയുടെ അടുത്ത് വന്നിട്ട്, അന്നേ ദിവസം ഞാൻ ആ നസ്രത്തിനെ ഫോളോ ചെയ്തിരുന്നു. പിന്നീട് അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യം എനിക്ക് ഓർമ്മ വരുന്നില്ല എന്നുള്ള കാര്യമെല്ലാം നടന്നതൊക്കെ അവൾ തുറന്നു പറയും. അതേസമയം തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അവിടെ എത്തുകയാണ്. മീരയോട് നസ്രത്തിന് എന്ത് സംഭവിച്ചു, അന്നേ ദിവസം നസ്രത്തിന്റെ വീടിന്റെ പരിസരത്ത് നിങ്ങളെ കണ്ടിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ വാറന്റായി വരുവാനായി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിനോട് ഒരു വക്കീലിനെ പോലെ മീര പറയും. അതിനുശേഷം മീര അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം ആലോചിക്കുവാനായി ശ്രമിക്കുമ്പോൾ ഒന്നും അവൾക്ക് ഓർമ്മ വരുന്നതേയില്ല. അങ്ങനെ മീര സങ്കടത്തിൽ പൊട്ടിക്കരയുന്ന സമയത്തായിരുന്നു അവൾക്കൊരു മെസ്സേജ് വന്നത്. നസ്രത്തിനെ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു, അതിന്റെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. നസ്രത്തിനെ കൊന്നത് ആരാണെന്നും എനിക്കറിയാം എന്നായിരുന്നു ആ മെസ്സേജ്. അങ്ങനെ മീര മെസ്സേജ് വന്ന നമ്പറിലേക്ക് കോൾ ചെയ്യുവാനായി ശ്രമിക്കും. പക്ഷെ ആരും കോൾ എടുക്കില്ല. അതിനുശേഷം മീരയാണെങ്കിലോ അന്ന് നസ്രത്തിനൊപ്പം കണ്ട ആളിനെ കണ്ടെത്തി അവനടുത്തേക്ക് പോകും.
അത് നസ്രത്ത് കാണാറുള്ള സൈക്യാട്രിസ്റ്റ് ആയിരുന്നു. അവനടുത്ത് ചെന്നിട്ട് നീയും നസ്രത്തും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നസ്രത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൾ ആ പ്രശ്നങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ അവളെ സമാധാനിപ്പിക്കാൻ ഒരു ഫ്രണ്ടിനെ പോലെയാണ് ഞാൻ അവളെ ഹഗ് ചെയ്തതെന്നും അയാൾ പറയും. അങ്ങനെ മീര നസ്രത്തിന് എന്ത് സംഭവിച്ചുവെന്ന് കണ്ടുപിടിക്കാനായി തീരുമാനിക്കും. സംഭവം നടന്ന ആ കാടിനുള്ളിലേക്ക് മീര പോവുകയാണ്. അവിടെ വെച്ച് ഒരു കുതിരക്കാരന്റെ കയ്യിൽ നസ്രത്തിൻ്റെതുപോലുള്ള ഫോൺ ഇരിക്കുന്നത് കാണും. ഇതെവിടെ നിന്നാ ഈ ഒരു ഫോൺ, ഇതാരുടേതാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ആ കാട്ടിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയും. അത് യഥാർത്ഥത്തിൽ നസ്രത്തിന്റെ ഫോൺ തന്നെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് മീര നടന്നു വരുന്ന വഴിയിൽ എക്സ് ഹസ്ബൻഡിന്റെ ബോസിനെ കാണും. അവരുടെ വീട്ടിലെ ഫംഗ്ഷൻ ആണല്ലോ മീര വെള്ളമടിച്ച് പ്രശ്നമുണ്ടാക്കിയത്. അതിനവൾ പോയി അവരോട് ക്ഷമ ചോദിക്കും. അത് കേൾക്കുന്ന അവരാണെങ്കിലോ എന്താണ് ഇവളീ പറയുന്നത് എന്ന് അന്തം വിട്ടു നിൽക്കുകയാണ്. അവരാണെങ്കിൽ ചോദിക്കും, അതിന് നീ എന്ത് പ്രശ്നമുണ്ടാക്കി? നിനക്കന്ന് തലകറക്കം വന്നു, നീ കുറച്ചു നേരം ബോധമറ്റ് കിടന്നു, അത് മാത്രമാണ് സംഭവിച്ചത്. അല്ലാതെ നീ വെള്ളമടിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അവനെ വിട്ടു പോയത് തന്നെ നന്നായി. അവനാണെങ്കിൽ സ്ത്രീ വിഷയത്തിൽ മുൻപിലാണ്. അവനെ പോലൊരാളെ നീ ഹസ്ബൻഡായിട്ട് കൊണ്ടു നടക്കാതിരിക്കുന്നതാ നല്ലത് എന്നൊക്കെ പറയുമ്പോൾ മീരയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല. അവൾക്ക് ആകെ ടെൻഷനായി. സത്യത്തിൽ മീര മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയെന്നും മീര മദ്യത്തിന് അഡിക്റ്റ് ആണെന്നുമൊക്കെ അവളുടെ ഹസ്ബൻഡ് അവളിൽ വരുത്തി തീർക്കുകയാണ് ചെയ്തത്. എന്നിട്ടവൾ അവളുടെ സൈക്യാട്രിസ്റ്റിനെ കണ്ടിട്ട് എനിക്കിനി കുട്ടികളൊന്നും ഉണ്ടാകില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആര് പറഞ്ഞു, കുട്ടികളൊക്കെ ജനിക്കും, ഒരു കുഴപ്പവുമില്ലെന്ന് ഞാൻ നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറഞ്ഞതാണല്ലോ, അതയാൾ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ മീരയ്ക്കൊരു കാര്യം മനസ്സിലായി, താൻ ചതിക്കപ്പെടുകയാണെന്ന്. അതിനുശേഷം അവളാണെങ്കിൽ അവളുടെ അച്ഛനെ വിളിച്ചിട്ട് എന്താ ഇത്രയും നാളായി എന്നെ ഒന്ന് വിളിക്കുകയോ കാണാൻ വരികയോ ചെയ്യാത്തത് എന്ന് ചോദിക്കുമ്പോൾ നീയല്ലേ എനിക്ക് മെസ്സേജ് അയച്ചത് ഇനി ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകരുത് എന്ന്. അതുകൊണ്ട് എന്തെങ്കിലും നിന്റെ മനസ്സ് മാറുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞു. അതിനെല്ലാം പിന്നിൽ അവളുടെ ഹസ്ബൻഡാണെന്ന് അവൾക്ക് മനസ്സിലായി. അതെല്ലാം ചിന്തിച്ചിരിക്കുന്ന സമയത്തായിരുന്നു നസ്രത്തിന്റെ ഫോൺ മീര പരിശോധിക്കുന്നത്. അതിലൊരാളുമായി ചാറ്റ് ചെയ്തിരിക്കുന്നത് മീര കാണുന്നു. അത് മറ്റാരുമല്ല, മീരയുടെ എക്സ് ഹസ്ബൻഡാണ്. അതിൽ നിന്നും അവൾക്കൊരു കാര്യം മനസ്സിലായി, നസ്രത്തും മീരയുടെ എക്സ് ഹസ്ബൻഡും തമ്മിൽ റിലേഷനിലായിരുന്നുവെന്ന്. അതേസമയം തന്നെ മീര അവൾക്ക് ആദ്യം മെസ്സേജ് അയച്ച് നസ്രത്തിനെ കൊന്ന ആളിനെ പറ്റി അറിയാമെന്നും കുറച്ച് ഫോട്ടോസൊക്കെ അയാളുടെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ, അയാളെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് മീര ചെന്നു. അയാളാണെങ്കിലോ മീരയെ കാണാനായിട്ട് റോഡ് ക്രോസ് ചെയ്ത് വരുന്ന സമയം ഒരു കറുത്ത കാറ് അയാളെ ഇടിച്ചു തെറിപ്പിച്ചിട്ട് പോവുകയാണ്. അയാളാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് വീട് വീടെന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഉടനെ തന്നെ മീര അയാളുടെ ഫോൺ എടുത്തിട്ട് അവസാനമായി ആരെയാണ് അയാൾ കോൾ ചെയ്തിരിക്കുന്നതെന്ന് നോക്കും. അത് മറ്റാരുമല്ല, നസ്രത്തിന്റെ ഭർത്താവായിരുന്നു. കാരണം എന്തെന്നാൽ നസ്രത്തിന്റെ ഭർത്താവ് അവൾക്ക് ആരുമായിട്ടാണ് റിലേഷൻ ഉള്ളത് എന്ന് കണ്ടെത്താൻ ഏർപ്പാടാക്കിയിരുന്നതായിരുന്നു ഇയാളെ. അങ്ങനെ നസ്രത്തിന്റെ ഭർത്താവിൽ നിന്നും ആ ഒരു ബ്ലാക്ക്മെയിൽ ചെയ്ത ആളിന്റെ വീട് മനസ്സിലാക്കി മീര അവിടേക്ക് ചെന്നു. അവിടെ റൂം മുഴുവൻ നസ്രത്തും മീരയുടെ എക്സ് ഹസ്ബൻഡും തമ്മിലുള്ള ഫോട്ടോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നുമെല്ലാം മീരയ്ക്കൊരു കാര്യം ഓർമ്മ വരികയാണ് അന്നേ ദിവസം സംഭവിച്ചത്. മീര നസ്രത്തിനെ ഫോളോ ചെയ്ത് പോയ സമയം നസ്രത്ത് നേരെ ചെന്നത് മീരയുടെ എക്സ് ഹസ്ബൻഡിന്റെ അടുത്തേക്കായിരുന്നു. അയാളോട് എന്നെ ആരോ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ മീരയുടെ എക്സ് ഹസ്ബൻഡ് നേരെ മീരയുടെ അടുത്തേക്ക് വന്നു. അവളാണെങ്കിലോ തല മരത്തിൽ ഇടിച്ചതിനാൽ ബോധം പോയ അവസ്ഥയിലായിരുന്നു. മീരയ്ക്കൊന്നും ഓർമ്മ നിൽക്കില്ല എന്നറിയാവുന്ന എക്സ് ഹസ്ബൻഡ് അവളുടെ തലക്കടിച്ച് അവളെ വീഴ്ത്തി. അവളുടെ ബോധവും പോയി. അതെല്ലാം മനസ്സിലാക്കിയ മീര നസ്രത്തിന്റെ ഫോണിൽ നിന്നും മീരയുടെ എക്സ് ഹസ്ബൻഡിനെ വിളിക്കും. കോള് വരുമ്പോഴോ മീര എന്ന് തന്നെയാണ് നസ്രത്തിന്റെ പേര് എക്സ് ഹസ്ബൻഡ് സേവ് ചെയ്തു വെച്ചിരുന്നതും. അതുകൊണ്ട് അവന്റെ ഇപ്പോഴത്തെ ഭാര്യയ്ക്ക് അവന് മറ്റൊരു റിലേഷൻഷിപ്പ് ഉള്ളത് കണ്ടുപിടിക്കാനേ പറ്റത്തില്ല. കാരണം എന്തെന്നാൽ അവന്റെ ആദ്യത്തെ ഭാര്യ വിളിച്ച് ശല്യപ്പെടുത്തുകയാണ് എന്നാണല്ലോ അവൾ കരുതിയിരുന്ന് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും. അങ്ങനെ ഫോൺ എടുക്കുമ്പോഴോ നീയും നസ്രത്തും തമ്മിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടുപിടിച്ചു, നീയാണല്ലേ നസ്രത്തിനെ കൊന്നത് എന്നൊക്കെ ചോദിച്ച് അവനോട് ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തിട്ട് അവിടേക്ക് വരുവാനായും പറഞ്ഞു. മീര പറഞ്ഞ സ്ഥലത്തേക്ക് എക്സ് ഹസ്ബൻഡ് എത്തുകയാണ്. എന്നിട്ട് അയാൾ ഒരു കഥ പറയും. ഈ എക്സ് ഹസ്ബൻഡും നസ്രത്തും ഒരേ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തിരുന്നത്. നസ്രത്ത് ആണെങ്കിലോ അവിടുത്തെ നഴ്സായിരുന്നു. ഇവർ തമ്മിൽ അടുപ്പത്തിലായി. അവർ തമ്മിൽ ഫിസിക്കൽ റിലേഷനും ഏർപ്പെട്ടതിനാൽ നസ്രത്ത് പ്രഗ്നന്റ് ആയി. അത് പറയുവാനായിട്ടായിരുന്നു നസ്രത്ത് ആണെങ്കിൽ അന്ന് കാട്ടിലേക്ക് ഈ എക്സ് ഹസ്ബൻഡിനെ വിളിച്ചു വരുത്തിയതും. നസ്രത്തിനെ ഫോളോ ചെയ്ത് ഒരാൾ വരുന്നു എന്ന് പറഞ്ഞതിനാൽ അവനാണെങ്കിൽ അത് മീരയാണെന്ന് മനസ്സിലാക്കി അവളുടെ തലക്കടിച്ച് ബോധം കെടുത്തി. അതിനുശേഷം നസ്രത്ത് അവനോട് പറയുന്നുണ്ടായിരുന്നു അവൾ പ്രഗ്നന്റ് ആണെന്ന്. അത് കേട്ടതും അവൻ പറയും പറ്റത്തില്ല, ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണമെന്ന്. എന്നാൽ നസ്രത്ത് അതിന് തയ്യാറായില്ല.
അങ്ങനെയാണ് നസ്രത്തിന്റെ കഴുത്ത് ഞെരിച്ച് കൊന്നതിനു ശേഷം അയാൾ അവിടെ നിന്നും പോയതെന്ന് മീരയോട് തുറന്നു പറഞ്ഞു. അത് കേട്ട മീരയാണെങ്കിലോ ഷോക്കായി പോവുകയാണ്. എന്നിട്ട് എക്സ് ഹസ്ബൻഡ് ആണെങ്കിലോ മീരയോട് നസ്രത്തിന്റെ ഫോൺ ആവശ്യപ്പെടും. എന്നാൽ മീരയാണെങ്കിലോ തോക്കുകൊണ്ട് അയാളുടെ തലയിലടിച്ച് അയാളെ ബോധം കെടുത്തുകയാണ് ചെയ്തതും. അതിനുശേഷം മീര നേരെ ആ ഒരു ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ആളുടെ വീട്ടിലെത്തിയിട്ട് ഫോട്ടോസ് എല്ലാം കളക്ട് ചെയ്യുന്ന സമയമായിരുന്നു അയാളുടെ സിസ്റ്റത്തിൽ ഒരു ഫോട്ടോ കാണുന്നതും. അത് കാണുന്ന മീരയ്ക്ക് ആരായിരിക്കും അയാളെ കൊന്നത് എന്നുള്ള കാര്യം സംശയമാവുകയാണ്. അതേസമയം മീരയാണെങ്കിലോ അന്ന് അയാളെ ആക്സിഡന്റ് ആക്കിയിട്ടിട്ട് പോയ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തിരുന്നു. ആ നമ്പർ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ അത് ജിമ്മി എന്നൊരാളുടെ പേരിലാണ് രജിസ്റ്റർ ആയിരിക്കുന്നത്. ഈ ജിമ്മി മറ്റാരുമല്ല, സിനിമയുടെ തുടക്കത്തിൽ മീര ഒരാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തല്ലോ അയാളാണ് മീരയും ഹസ്ബൻഡിനെയും ആക്സിഡന്റ് ആക്കിയതും. അതിനുശേഷം ഇയാളെയും ആക്സിഡന്റ് ആക്കിയത് ആ ഒരു വ്യക്തിയാണെന്ന് കണ്ടെത്തുകയാണ്. ജിമ്മിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോൾ ജിമ്മി ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്ത കാര്യം മീരയ്ക്ക് മനസ്സിലായി. പിന്നെ ആരായിരിക്കും ഈ ഒരു ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ആളിനെ കൊന്നത് എന്നുള്ള സംശയത്തിൽ മീര വീണ്ടും അന്വേഷണം ആരംഭിച്ചു. അതിൽ നിന്നും ജിമ്മിയുടെ മകളാണ് അതിനെല്ലാം പിന്നിലെന്ന് അവൾക്ക് മനസ്സിലായി. ആ മകൾ മറ്റാരുമല്ല, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിരുന്നു. അതെല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആ ഒരു ബ്ലാക്ക്മെയിലറിന്റെ റൂമിലേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് മീരയുമായി ഫൈറ്റ് നടക്കും. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്തെന്ന് മീരയോട് തുറന്നു പറയുന്നു. അച്ഛൻ ആത്മഹത്യ ചെയ്തത് മകൾക്ക് താങ്ങാനായില്ല. അതിനെല്ലാം കാരണം മീരയാണെന്ന് കരുതി അവളാണെങ്കിലും മീരയോട് പ്രതികാരം വീട്ടുവാനായും തീരുമാനിച്ചു. ആദ്യമായിട്ട് മീരയും ഹസ്ബൻഡും യാത്ര ചെയ്തിരുന്ന കാർ ആക്സിഡന്റ് ആക്കി. മീര മരിച്ചെന്നാണ് അവൾ കരുതിയത്. എന്നാൽ ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മീരയെ കണ്ടു. അതോടുകൂടി വീണ്ടും മീരയെ കൊല്ലണമെന്ന് അവൾ പ്ലാൻ ചെയ്തു. അങ്ങനെയാണ് ആ ഒരു ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ആളിനെ മീര കാണാൻ എത്തിയപ്പോൾ അയാളെ ആക്സിഡന്റ് ആക്കിയിട്ടതും. മീരയെ ഫോളോ ചെയ്ത് എപ്പോഴുമായി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അവളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു മീര നസ്രത്തിനെ ഫോളോ ചെയ്ത് പോയപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറും അവളുടെ കൂടെ ഉണ്ടായിരുന്നതും. മീര ബോധം കെട്ട് കിടന്നപ്പോൾ അവിടെ എത്തിയ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അവളുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലുവാനായി ശ്രമിച്ചു. എന്നാൽ അതേസമയം അടുത്ത സൈഡിലായിട്ട് നസ്രത്തും ഉണ്ടായിരുന്നല്ലോ. നസ്രത്തിനെ ആണെങ്കിൽ അവളുടെ എക്സ് ഹസ്ബൻഡ് കൊന്നിട്ട് പോയെന്നാണല്ലോ കരുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നസ്രത്ത് മരിച്ചിട്ടില്ലായിരുന്നു. നസ്രത്തിന്റെ ബോധം പോയതേയുള്ളൂ. അവളാണെങ്കിലോ എഴുന്നേൽക്കുന്നതും ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ മീരയെ കൊല്ലാൻ ശ്രമിക്കുന്നതാണ് കാണുന്നതും. അവൾ അത് തടയാൻ നോക്കി. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആണെങ്കിലോ അവിടെ വെച്ച് നസ്രത്തിനെ കൊലപ്പെടുത്തി. അതെങ്ങനെയും മീരയുടെ തലയിൽ വരുവാനായിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ മനഃപൂർവ്വം നസ്രത്തിനെ കൊന്നുകളഞ്ഞതും. അത് തെളിയിക്കാതിരിക്കാനാണ് എല്ലാ പഴുതുകളും അടയ്ക്കാനായി ആ ഒരു ബ്ലാക്ക്മെയിലറിനെ കൊന്നുകളഞ്ഞതും. ഇതെല്ലാം കേട്ട് മീര ഒരുപാട് പൊട്ടിച്ചിരിക്കും. എന്തെന്നാൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിനെ അവിടേക്ക് വരുത്തിയത് തന്നെ മീരയുടെ പ്ലാൻ ആയിരുന്നു. എങ്ങനെയെന്നാൽ അന്ന് ബ്ലാക്ക്മെയിലർ ആക്സിഡന്റ് ആയ സമയം അയാളുടെ ഫോൺ മീര എടുത്തിരുന്നല്ലോ. എന്നിട്ട് മീര ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിരുന്നു. അത് മറ്റാരുടെയും നമ്പറല്ല, ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന്റെ ആയിരുന്നു. അതെല്ലാം അവൾ മുൻപേ കണ്ടുപിടിച്ചിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിനോട് ഇതേ സ്ഥലത്ത് വരുവാനായിട്ടാണ് ആവശ്യപ്പെട്ടത്. മീരയുടെ പ്ലാൻ അനുസരിച്ച് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അവിടെ എത്തുകയും ചെയ്തു. അതെല്ലാം മനസ്സിലാക്കി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ മീരയെ തല്ലുകയാണ്. മീരയും തിരിച്ചു തല്ലും. അങ്ങനെ വലിയൊരു ഫൈറ്റിനൊടുവിൽ മീര ഓഫീസറിനെ വെടിവെച്ച് കൊല്ലും. മീര തന്റെ എക്സ് ഹസ്ബൻഡിനെ ബ്ലാക്ക്മെയിലറിന്റെ വീട്ടിലേക്കാണല്ലോ വിളിച്ചു വരുത്തിയതും. എക്സ് ഹസ്ബൻഡ് ആണെങ്കിലോ അവിടെ ബോധമറ്റ് കിടക്കുകയാണ്. മീര അവിടേക്ക് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന്റെ ഡെഡ് ബോഡി വലിച്ചിഴച്ചു കൊണ്ടുപോകും. അതിനുശേഷം തോക്കാണെങ്കിൽ എക്സ് ഹസ്ബൻഡിന്റെ കയ്യിലും വെച്ചു കൊടുത്തു. അങ്ങനെ പോലീസ് അന്വേഷിച്ചെത്തിയപ്പോഴോ എക്സ് ഹസ്ബൻഡിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അയാളെ കാണാൻ വന്ന ഭാര്യയാണെങ്കിലോ മോതിരമൂരി അയാൾക്ക് കൊടുത്തിട്ട് പോവുകയാണ്. പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു. അതിനുശേഷം മീര നസ്രത്തിന്റെ കല്ലറയ്ക്ക് മുന്നിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അവളുടെ കല്ലറയ്ക്ക് മുന്നിൽ ഒരു പൂ വെച്ചതിന് ശേഷം അവിടെ നിന്ന് പോകുന്നത് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.